എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 10th മാത്സിലെ ചാപ്റ്റർ 11 ജോമെട്രീൻ്റെ ആൾജിബ്ര ആണ് കേട്ടോ. അതിലെ ലൈൻ മാത്ത് എന്ന് പറയുന്ന സെക്ഷനാണ് ഇന്ന് നോക്കുന്നത്. അഥവാ ലൈൻ മാത്ത് അഥവാ വരക്കണക്ക് എന്നുള്ള ഭാഗമാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതായത് ഒരു ലൈൻ തന്ന് അതിൽ 2 പോയിന്റ് തരും. അടുത്ത 2 പോയിന്റ് നമ്മളോട് കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു ലൈൻ തന്നിട്ട് ഒരു ലൈന് ഇതിൽ 2 പോയിൻ്റാണ് 4, 6 പോയിന്റിൻ്റെ കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇവിടെ 4, 6, 7, 4 ഈ ലൈൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് വരുന്ന അല്ലെങ്കിൽ ഈ വരയിൽ തന്നെയുള്ള ഈ ലൈനിൽ തന്നെയുള്ള മറ്റ് പോയിന്റുകളുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ തന്ന കോർഡിനേറ്റുകളുടെ എക്സിൻ്റെ മാറ്റം എന്താണ് നോക്കുക. എക്സ് കോർഡിനേറ്റിൻ്റെ മാറ്റം എന്താണ് നോക്കട്ടോ. ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് കിട്ടും. എന്താ വരിക? ഇതിൻ്റെ 7 മൈനസ് 4 എക്സ് ഇതാണ്. അതായത് x2 മൈനസ് x1 അതായത് 7 മൈനസ് 4 സമയം നമുക്ക് എന്ത് കിട്ടും? 3. ഇനി ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് കാണാം. ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ഇസിക്കൽ ടു ഇത് y2 മൈനസ് 5 4 മൈനസ് 6 സമം എന്ത് കിട്ടും? -2. അതായത് ഇതിനർത്ഥം എന്താണ്? 3 വീതം എക്സ് കോർഡിനേറ്റ് 3 വീതം കൂടുകയും അതിൻ്റെ y കോർഡിനേറ്റ് എന്താണ്? 2 വീതം കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 7 പ്ലസ് 3 അതായത് ഇതിൻ്റെ എക്സ് മാറ്റം എന്താണ്? ഇത് കിട്ടിയിട്ടുള്ളത് ചേഞ്ച് 3 ആണ്. അപ്പോൾ ഇതിലൂടെ ആ 3 കൂട്ടി കൊടുക്കുക. 7 പ്ലസ് 3 10. അതായത് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടി. നെക്സ്റ്റ് ഒരു പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് കിട്ടി. ഇനി അതിൽ തന്നെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 4. അതായത് ഇവിടെ എത്രയാണ്? -2 ആണല്ലേ. അതായത് വൈ കോർഡിനേറ്റ് എന്താ ചെയ്യുന്നത്? എക്സ് കോർഡിനേറ്റ് 3 കൂടുമ്പോൾ വൈ കോർഡിനേറ്റ് ഇവിടെ -2 ആണ്, 2 കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 പ്ലസ് -2. അപ്പോൾ 4 -2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമുക്ക് 4-ന് 2 പോയാൽ 2 അല്ലേ. അപ്പോൾ ഇവിടെ 2. അപ്പോൾ 10, 2 അല്ലേ. അപ്പോൾ ഈ ലൈൻ നീട്ടി വരക്കുകയാണെങ്കിൽ അതിൽ ഒരു പോയിന്റ് വേറൊരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്തായിട്ട് കിട്ടും? 10, 2. ഇനി വേറെ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 10, 2 എന്നല്ലേ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 കൂട്ടി കൊടുക്കുക. അപ്പോൾ 10 പ്ലസ് 3 13. ഇനി 2 പ്ലസ് -2. അപ്പോൾ 2 മൈനസ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? 0 അല്ലേ. അപ്പോൾ 0 അതായത് 13 0. അപ്പം നെക്സ്റ്റ് 2 പോയിൻ്റാണ് 2, 13, 0. ഇനി ഇതിൻ്റെ എക്സ് കോർഡിനേറ്റിൻ്റെ മാറ്റം നോക്കാം. 13 കുറക്കണം 10 3 പിന്നെ 0 മൈനസ് 2. 0 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? -2. അപ്പോൾ കണ്ടോ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റുകളുടെ മാറ്റം വൈ കോർഡിനേറ്റിൻ്റെ മാറ്റം കണ്ടാൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എത്ര പോയിന്റ്സ് വേണമെങ്കിൽ നമുക്കിതിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ അത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ 4, 6, 7, 4 എന്നല്ലേ ചെയ്ത്. ഇനി നെക്സ്റ്റ് 2, 5, 6, 7 എന്നാണ് കേട്ടോ. വേറൊരു ക്വസ്റ്റ്യനാണ്, വേറൊരു ലൈനാണ്. അപ്പോൾ 2, 5, 6, 7 2 പോയിന്റ് 2, 5, 6, 7 ഇതിൻ്റെ നെക്സ്റ്റ്
അല്ലെങ്കിൽ ഇതിലെ ഏതെങ്കിലും വേറെ പോയിന്റുകളിൽ വരുന്ന കോർഡിനേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം ഇതിൻ്റെ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് കാണുക. ഞാൻ അത് എഴുതുന്നില്ല. അപ്പോൾ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് ഇവിടെ എന്താ 6 - 2 അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് 6 - 2 സമയം നമുക്ക് എന്താണ് 4. പിന്നെ 7 - 5 അല്ലേ. 7 അതായത് y2 - y1 7 - 5 7 - 5 = നമുക്ക് എന്ത് കിട്ടും 2. അതായത് ഇതിനർത്ഥം എന്താ, എക്സ് കോർഡിനേറ്റിലൂടെ 4 കൂടിയാൽ, അതായത് എക്സ് കോർഡിനേറ്റ് എത്രയാണോ കൂടുന്നത് അതിൻ്റെ പകുതി നമ്മളിവിടെ വൈ കോർഡിനേറ്റ് കൂട്ടി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2 കൂടെ ഇപ്പോൾ അല്ലെങ്കിൽ 6 7 അല്ലേ. ഇപ്പോൾ ഈ 6 7 എന്നുള്ള കോർഡിനേറ്റ് എടുത്ത് അതിലൂടെ ഞാനൊരു 8 കൂട്ടുകയാണ് വിചാരിക്കുക. 6 + 8 കൂട്ടിയാൽ 6 + 8 14 അല്ലേ. അപ്പം ഞാൻ വൈയിലൂടെ 7 എത്ര കൂട്ടണം അതിന്, അതായത് എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി. ഇവിടെ 4 വന്നപ്പോൾ ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ 8 വന്നാൽ അതിൻ്റെ പകുതി 4. 7 + 4 = 11 അല്ലേ. അപ്പോൾ 7 + 4 = 11. അപ്പോൾ നമുക്ക് കിട്ടും 14 11 എന്ന് പറയുന്ന ഒരു വേറെ പോയിന്റ് കിട്ടും. 14 11. ഇനി നമുക്ക് ഇതിൽ കൂടെ തന്നെ വേറൊരു നമ്പർ എടുക്കാം. അപ്പോൾ 3 കൂട്ടിയെന്ന് വിചാരിക്കാം. ഇപ്പോൾ 6ലൂടെ ഞാൻ 6 കൂട്ടിയെന്ന് വിചാരിക്കണം. 6 + 6 12 അല്ലേ. നമ്മളിനി എന്ത് ചെയ്യണം, ഇതിൻ്റെ പകുതി എത്രയാണോ അതാണ് 7 + 6ൻ്റെ പകുതി 3. 7 + 3 10. അപ്പോൾ ഇതിൽ വേറൊരു പോയിൻ്റായിട്ട് വരും വരെ 14 11 ഉണ്ട്. നെക്സ്റ്റ് 12 10 12 10. അപ്പം ഇങ്ങനെ നമുക്ക് എത്ര പോയിൻറ്റ്സുകൾ വേണമെങ്കിലും എക്സ് കോർഡിനേറ്റിന് ചേഞ്ച് വൈ കോർഡിനേറ്റിന് ചേഞ്ച് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ എക്സ് കോർഡിനേറ്റ് ചേഞ്ചും വൈ കോർഡിനേറ്റിന് ചേഞ്ചും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതൊക്കെ ഒരേ പോയിന്റിൽ, അതായത് ഒരേ പോയിന്റിലുള്ള ഒരേ പോയിന്റിലാണെന്ന് പറയാൻ പറ്റും. ഒരേ ലൈനിലെ പോയിന്റുകളാണെന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഇതായിട്ട് റിലേറ്റ് ചെയ്ത ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേജ് നമ്പർ 245 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പേജ് നമ്പർ 245 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാം കേട്ടോ. പേജ് 245. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് -1 4 1 2 എന്നീ കോർഡിനേറ്റ് എന്നീ പോയിന്റുകൾ യോജിപ്പിക്കുന്ന വരയിലെ, അതായത് ആ 2 ബിന്ദുക്കൾ -1 4 1 2 പറഞ്ഞിട്ട് ഒരു ലൈൻ തന്നിട്ടുണ്ട്. അതിലെ മറ്റ് പോയിന്റുകളുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എടുത്തിട്ട് ആ ചോദ്യം ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പേജ് നമ്പർ 245 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഒരു ലൈൻ തന്നിട്ടുണ്ട് 1 - 1 4 1 4 പിന്നെ 1 2. അതായത് ഒരു ലൈന് 2 പോയിന്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈൻ വരച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതാ ഒരു ലൈൻ വരച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 1 4 1 2 അല്ലേ. അപ്പോൾ -1 4 1 2. ഇതിലെ ഈ ലൈനിൽ തന്നെ വരുന്ന മറ്റ് പോയിന്റുകളുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. അതായത് ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് അതായത് x2 - x1 ആണ് അല്ലേ. അപ്പോൾ എന്താ
1 2 മൈനസ് 1 4. അപ്പോൾ 1 മൈനസ് 1, അതായത് ഇത് x1 ഇത് x2 -1. 1 മൈനസ് -1 എന്ന് പറഞ്ഞാൽ എന്താണ് 2. 1 പ്ലസ് 2 മൈനസ് അടുപ്പിച്ച് വരികയാണെങ്കിൽ അത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ 1 + 1 2. ഇനി ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? y2 - y1 ഇതിൽ y2 2 മൈനസ് 4, അതായത് -2 - 4 എന്ന് പറഞ്ഞാൽ എന്താണ്? -2. അപ്പോൾ ഇതിൻ്റെ y കോർഡിനേറ്റുകളുടെ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? -2 ആണ് കേട്ടോ. ഇതിനർത്ഥം എക്സ് കോർഡിനേറ്റ് 2 കൂടുമ്പോൾ y കോർഡിനേറ്റ് 2 കുറയണം. എത്രയാണോ കൂട്ടുന്നത് അതേ നമ്പർ കുറക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത ഒരു പോയിന്റിലെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ 1 പ്ലസ് ഇപ്പോൾ 2 കൂട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ നമ്പർ എടുക്കാം. ഇപ്പോൾ 1 + 3 സമന്ത് കിട്ടും 4. ഇനി നമ്മൾ ഇതിൻ്റെ y കോർഡിനേറ്റ് 2 എന്താണോ നമ്മൾ കൂട്ടിയത് അതേ നമ്പർ നമ്മൾ കുറച്ച് കൊടുക്കുകയാണെന്നതാണ് അല്ലേ. അപ്പോൾ 2 മൈനസ് കൂട്ടിയ നമ്പർ 3 ആണ്, അതേ നമ്പർ കുറച്ച് കൊടുത്തു. 2 - 3 -1. അപ്പോൾ 4 - 1 ആണ്. അപ്പോൾ അടുത്തൊരു പോയിന്റ് കിട്ടി 4. പോയിന്റിലെ കോർഡിനേറ്റ് കിട്ടി 4 - 1. ഇനി വേറൊരു നമ്പർ കാണാൻ പറഞ്ഞാൽ ഇപ്പം ഇവിടെ 4 കൂട്ടി കൊടുക്കാമെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ 5 കൂട്ടാം. 5 കൂട്ടിയാൽ അതേ നമ്പറുകൾ വൈന്ന് കുറക്കുക. അപ്പോൾ ഞാനിവിടെ 4 കൂട്ടുകയാണ്. 1 + 5 നമുക്ക് 6 കിട്ടും. അപ്പോൾ അതേ നമ്പർ വൈയിൽ നിന്ന് കുറച്ച് കൊടുക്കുക. 2 y കോർഡിനേറ്റിൽ നിന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. 2 - 5 അപ്പോൾ നമുക്ക് എത്ര കിട്ടും? -3 അല്ലേ. 2 - 5 6 - 3. അപ്പോൾ നെക്സ്റ്റ് ഒരു കോർഡിനേറ്റ് 6 - 3. നിങ്ങളോട് 2 കോർഡിനേറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി എത്ര കോർഡിനേറ്റ് വേണമെങ്കിലും നമുക്കിതിൽ കണ്ടുപിടിക്കാം. എക്സാമിന് 2 എണ്ണം ചോദിക്കുമായിരിക്കും. ഇനിയിപ്പോൾ വേറെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇതിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ ഇതന്നെ എടുത്ത് ഇപ്പോൾ ഇവിടെ 6 കൂട്ടിയാൽ 6 കുറച്ച് എഴുതി ചെയ്യാം. അല്ലെങ്കിൽ 4 കൂട്ടിയിട്ട് പിന്നെ എക്സിലൂടെ 4 കൂട്ടുക. അപ്പോൾ വൈയിൽ നിന്ന് 4 കുറയ്ക്കുക. അങ്ങനെ കുറേ പോയിന്റ്സുകൾ നമുക്കിതിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 2 പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ 2 പോയിന്റ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 1 2 1 2 2 4 3 6 3 6 ഈ 3 കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഒരു ലൈനിൽ 3 കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഒരേ വരയിലാണെന്ന് തെളിയിക്കാനാണ്. അതായത് 3 കോർഡിനേറ്റ് തന്നിട്ട് ഇത് ഒരേ ലൈനിലാണെന്ന് തെളിയിക്കുക എന്നതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ അതിൽ തന്നെ ഉണ്ട് ആദ്യത്തെ മറ്റ് 2 പോയിന്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. നമുക്ക് 1 2 ഇവിടെ 1 2 2 4 3 6 നമുക്കൊരു പേര് കൊടുത്തു. PQ R എന്ന് കൊടുത്ത് ഈ PQ എന്ന് പറയുന്ന ഭാഗത്തെ എക്സ് കോർഡിനേറ്റിൻ്റെ മാറ്റം ഒന്ന് നോക്കാം. PQൻ്റെ കേട്ടോ, PQ എന്നുള്ളതിൻ്റെ, അതായത് ഈ ഭാഗങ്ങളുടെ എക്സ് കോർഡിനേറ്റ്, ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എന്താണ് വരിക? സമം x2 - x1 2 - 1 സമം നമുക്ക് എന്ത് കിട്ടും? 1. പിന്നെ ചേഞ്ച് ഇൻ
വൈ കോർഡിനേറ്റ് സമം y2 മൈനസ് y1 4 മൈനസ് 2 അല്ലേ 4 മൈനസ് 2 സമം എന്താണ് 2. ഇതിനർത്ഥം ഇനി നമുക്ക് ക്യു ആർ കണ്ടുപിടിക്കാം. ഈ ക്യു ആറും ഇത് തന്നെയാണ് കിട്ടണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്, ഇതിൻ്റെ മാറ്റവും ഒരേ ഈ 1 2 കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഒരേ ലൈനിലാണ്, ഈ 3 പോയിന്റും സെയിം ലൈനിലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ക്യു ആറിൻ്റെ ഭാഗത്തെ 2 4 3 6. അപ്പോൾ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് കാണാം. എക്സ് കോർഡിനേറ്റ് എന്താ, ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് ഇസ് എത്ര വരിക, അതായത് x2 മൈനസ് x1 3 മൈനസ് 2 സമം എന്ത് കിട്ടും 1. പിന്നെ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് എന്താ കിട്ടുക 6 മൈനസ് 4 അല്ലേ, 6 y2 മൈനസ് 5 6 മൈനസ് 4 സമം നമുക്ക് എന്തിന് കിട്ടും 2 അല്ലേ. അതായത് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് തന്നെയാണ് ഈ ഭാഗത്തെ എക്സ് കോർഡിനേറ്റിൻ്റെ ചേഞ്ച്, ഇതിൻ്റെ വൈ കോർഡിനേറ്റ് ചേഞ്ച് 2 ആണ്, ഇവിടെയും 2 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ 3 പോയിന്റും എന്താണ് സെയിം ലൈനിലാണ് എന്ന് പറയാൻ പറ്റും, ഇതേ വരയിലാണ് ഈ പോയിന്റുകൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ അതായത് ദീസ് പോയിന്റ്സ് ആർ ദ സെയിം ലൈനിൽ എഴുതി കൊടുക്കുക കേട്ടോ. ഇനി അതിൽ നെക്സ്റ്റ് ആയിട്ട് ഒരു ചോദ്യം വന്നിട്ടുള്ളത് അതിൽ തന്നെയുള്ള ചോദ്യമാണ്, ഈ ഇങ്ങനെ പോകുന്ന ലൈനിലെ മറ്റ് പോയിന്റുകളുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3 6 എന്നുണ്ട് അല്ലേ, 3 6 അതായത് അപ്പോൾ നമുക്ക് ഇതിനർത്ഥം എന്താ, ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് നമുക്ക് 1 ആണ്, അതായത് എക്സ് 1 കൂടുമ്പോൾ വൈ എന്താണ് 2 ആണ് കൂടുന്നത്. അതായത് എത്രയാണോ കൂട്ടുന്നത്, എക്സ് എത്രയാണോ കൂട്ടുന്നത് അതിൻ്റെ ഇരട്ടിയാണ് വൈ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ 3 6, അപ്പോൾ 3 6 എടുത്തു, 3 6. നമ്മൾ ഈ 3 ഇപ്പോൾ ഇങ്ങനെ ചെയ്യാവുന്നില്ലെങ്കിൽ 3 + 1 എന്താണ് 4 ആണ് അല്ലേ. പിന്നെ 6, അപ്പോൾ ഇവിടെ നമ്മൾ എത്രയാണ് കൂട്ടിയത് 1, അപ്പോൾ അതിൻ്റെ ഇരട്ടി 2 അല്ലേ, 2 6 + 2 8. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും 4 8. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു നമ്പറാണ് കൂട്ടുന്നത് വിചാരിക്കുക. ഇപ്പോൾ 3 ഇപ്പോൾ 3 കൂട്ടിയെന്ന് വിചാരിക്കുക, 3 + 3 സമം നമുക്ക് 6 കിട്ടും അല്ലേ. അപ്പോൾ നമ്മളിവിടെ എത്ര 3ൻ്റെ ഇരട്ടി എത്രയാണ് വരിക, ഇതിലൂടെ കൂട്ടാൻ 6 3ൻ്റെ ഇരട്ടി, അതായത് 1 എക്സ് കോർഡിനേറ്റ് 1 കൂടുമ്പോൾ വൈ കോർഡിനേറ്റ് അതിൻ്റെ ഇരട്ടിയാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റിൻ്റെ കൂടെ 3 കൂട്ടിയാൽ 3ൻ്റെ ഇരട്ടി 6 അല്ലേ. അപ്പോൾ നമ്മൾ 6 + 6 സമം എത്ര കൂട്ടണം 12. നമുക്ക് 6 12 എന്ന് പറയുന്ന വേറെ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരിക, അതായത് y1 y2 y3 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. അതിൽ 1 y1 2 y2 3 y3 എന്നീ പോയിന്റുകൾ കോർഡിനേറ്റ് പോയിന്റുകളുടെ കോർഡിനേറ്റ് ആയിട്ട് 1 y1 2 y2 3 y3 തന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ പോയിന്റുകളെല്ലാം ഒരേ വരയിലാണ്, ഒരേ ലൈനിലാണ് എന്നാണ് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം y1 y2 y3 എന്ന് പറയുന്നത് y1 y2 y3 പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് എന്താണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ലൈൻ തന്നിട്ട് അതിലെ പോയിന്റുകൾ തന്നിട്ടുണ്ട്. നമുക്ക് ആ ലൈൻ വരച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ 1 y1 ഈ ഒരു ഭാഗത്തെ പോയിന്റ് 1 അല്ലെങ്കിൽ 1 y1
y1 തന്നിട്ടുണ്ട്. ഈ പോയിൻ്റ് ഒരു പോയിൻ്റ് ഇതെടുക്കാം. എന്താണ് 2y2 2 പിന്നെ 3y3. നമുക്ക് പറയാൻ പറ്റും എന്താണ് ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാറ്, ഇതൊരു ടേംസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. അതായത് ഈ ടേംസിൽ നിന്ന് ഈ ടേംസ് കുറച്ചാലും, അതായത് ഈ y3 നിന്ന് y2 കുറച്ചാലും എന്തായിരിക്കും, ഈക്വലായിരിക്കും. അപ്പോൾ അത് ആദ്യം എഴുതി കൊടുക്കാം. y2 മൈനസ് y1 ഈക്വൽ ടു എന്താണ് y3 മൈനസ് y1. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ലൈനിലെ ഈ പോയിന്റുകൾക്ക് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എ ബി സി കൊടുത്തു. എ ബിയുടെ എക്സ് കോർഡിനേറ്റിൻ്റെ ചേഞ്ചും വൈ കോർഡിനേറ്റ് ചേഞ്ചും നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഭാഗത്ത് എന്തായിരിക്കും, അതായത് ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്, ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്, അതായത് 2 മൈനസ് 1 അല്ലേ. 2 മൈനസ് 1 സമയം നമുക്ക് എന്ത് കിട്ടും, 1. ഇനി ചേഞ്ച് ഇൻ y കോർഡിനേറ്റ്, അതായത് y2 മൈനസ് y1 മൈനസ് y1. ഇനി അടുത്തത് ഈ ബി സി എന്ന് പറയുന്ന ഭാഗത്തെ എന്ത് കണ്ടുപിടിക്കാം, ചേഞ്ച് കണ്ടുപിടിക്കാം, എക്സുകളുടെ വൈയുടെ. അതായത് ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും, ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് ടു എത്ര വരിക, 3 മൈനസ് 2 1. ഇതാ ഇവിടെയും 1 വന്നു, ഇവിടെയും 1 വന്നു. ഇനി ചേഞ്ച് ഇൻ y കോർഡിനേറ്റ്, അതായത് y3 മൈനസ് y2 മൈനസ് y2. ഇത് കാണുമ്പോൾ y2 y1, ഇത് y3 y2. നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്, y2 മൈനസ് y1 സിക്വൽ ടു എന്താണ് y3 മൈനസ് y1. നമുക്ക് ഈ y2 മൈനസ് y1 എന്ന് പറഞ്ഞുകൊടുത്ത് എന്ത് എഴുതാം, y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് y3 മൈനസ് y1 തന്നെയാണ് അല്ലേ. അപ്പോൾ y3 മൈനസ് y1. ഇനി ഇവിടെ y3 മൈനസ് y2 മൈനസ് y2 എന്ന് പറഞ്ഞാൽ എന്താണ്, y2 മൈനസ് y1 തന്നെയാണ്. y2 മൈനസ് y1. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ പോയിന്റ്സ്, അതായത് 1y1 2y2 3y3 എന്ന് പറയുന്നത് ഈ കോർഡിനേറ്റ് ഒരേ ലൈനിൽ വരുന്ന പോയിന്റുകളാണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 4. x1 x2 x3 എന്ന് പറഞ്ഞാൽ x1 x2 x3 ഇങ്ങനെ പോകുന്ന ഒരു അരിതമെറ്റിക് സീക്വൻസും y1 y2 y3 ഇങ്ങനെ പോകുന്ന ഒരു അരിതമെറ്റിക് സീക്വൻസും, അത് അരിതമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലെ പോയിന്റുകളാണ്, അതായത് ഈ ലൈനിൽ അതായത് കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്, അത് ഈ വരയിൽ തന്നെയാണെന്ന് നമ്മോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x1 y1, അപ്പോൾ x1 y1 പിന്നെ x2 y2 x2 y2, അടുത്തൊരു പോയിന്റ് x3 y3. അപ്പോൾ ഇങ്ങനെ പോയിന്റിൽ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഈ കോർഡിനേറ്റുകളെല്ലാം ഒരേ ബിന്ദുവിൽ തന്നെ, ഈ ജോഡികൾ ഒരേ ബിന്ദുവിൽ തന്നെയാണെന്നാണ് നമ്മോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കാം അല്ലേ. അതായത് x2 മൈനസ് x1
എന്ന് പറഞ്ഞാലും x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു എന്താണ് x3 മൈനസ് x2 ആണ് അല്ലേ. അതേപോലെ നമുക്ക് ഇതും പറയാം y2 മൈനസ് y1 ഇസ് ഈക്വൽ ടു എന്താണ് y3 മൈനസ് y2 y3 മൈനസ് y2. ഇനി നമ്മൾ ഇതിൽ ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എസ് ടി യു എന്ന് പറയണേ. അപ്പോൾ എസ് ടി എന്നുള്ള ഭാഗത്തെ ചേഞ്ച് കണ്ടുപിടിക്കുക കേട്ടോ. എസ് ടി അപ്പോൾ അതായത് ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്, ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് കേട്ടോ x2 മൈനസ് x1 ആണല്ലേ. x2 മൈനസ് x1. പിന്നെ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ്, ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് എന്താ പറയുക y2 മൈനസ് y1, y2 മൈനസ് y1. നമുക്ക് ടി യു എന്ന് പറയുന്ന ഭാഗത്ത് ടി യു എന്ന് പറയുന്ന ഭാഗത്തെ കണ്ടുപിടിക്കുകയാണ്. ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് അതായത് x3 മൈനസ് x2 അല്ലേ. x3 മൈനസ് x2. പിന്നെ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് y3 മൈനസ് y2, y3 മൈനസ് y2. അതായത് ഇതാ y2 മൈനസ് y1, y3 മൈനസ് y2 അല്ലേ. ഈ y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട് എന്ത് y3 മൈനസ് y2 അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം y3 മൈനസ് y2 തന്നെയാണ്. പിന്നെ y3 മൈനസ് y2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, അതായത് ഇത് അരിതമെറ്റിക് സീക്വൻസ് ആവുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് y2 മൈനസ് y1 തന്നെയാണ് അല്ലേ. അപ്പോൾ y2 മൈനസ് y1. ഇനി അടുത്തത് എക്സിൻ്റെ നോക്കാം. x2 മൈനസ് x1 ആണ്. ഇവിടെ x3 മൈനസ് x2 ആണ്. നമ്മൾ ആദ്യം ഇതാക്കിയിട്ടുണ്ട്, അതായത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അരിതമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് x2 മൈനസ് x1 എന്ന് പറഞ്ഞാലും x3 മൈനസ് x2 എന്ന് പറഞ്ഞാലും ഈക്വൽ ആണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് x2 മൈനസ് x1 ആണ്. അപ്പോൾ നമുക്കിവിടെ x3 മൈനസ് x2 എന്ന് എടുക്കാം. ഇനി x3 മൈനസ് x2 എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ x3 മൈനസ് x2 ഇതാ x3 മൈനസ് x2 എന്ന് പറഞ്ഞാൽ എന്താണ് x2 മൈനസ് x1 അല്ലേ. അപ്പോൾ x2 മൈനസ് x1 തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ പോയിന്റുകളെല്ലാം എന്താണ് സെയിം ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് ദീസ് പോയിന്റ്സ് ആർ ദ സെയിം ലൈൻ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ആ പേജ് നമ്പർ 245 എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കിനി ഇതിൻ്റെ ബാക്കി എടുക്കാനുള്ളത് സ്ലോപ്പ് അഥവാ ചെരിവ് എന്ന് പറയുന്ന ഭാഗമാണ്. അത് അടുത്ത ക്ലാസ്സായിട്ട് വരാം. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.